പ്രൈസ് ദി ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 23-ാം തീയതി ചൊവ്വാഴ്ച. ഒരു പുതുദിനത്തിലേക്ക് തമ്പുരാൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ജീവജലത്തിൻ്റെ പ്രേക്ഷകരായ എല്ലാവരെയും സർവശക്തനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം. ദ ബുക്ക് ഓഫ് രൂത്ത് ചാപ്റ്റർ 2 വേഴ്സ് 12 നാം ഇപ്രകാരം വായിക്കുന്നു: നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. രൂത്തിന്റെ പുസ്തകത്തിന്റെ പ്രമേയം പല പ്രാവശ്യം ജീവജലത്തിൽ കൂടെ നാം ശ്രവിച്ചിട്ടുള്ളതാണ്. ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ ബേത്ലഹേമിലെ എഫ്രാത്തിലെ ഒരു കുടുംബം എലിമേലേക്കും നവോമിയും 2 ആൺമക്കളായ മഹ്ലോനും കില്യോനും മോവാബ് ദേശത്ത് ചെന്ന് പാർക്കുകയും അവിടുന്ന് 2 പെൺകുട്ടികളായ നമുക്കറിയാം രൂത്തിനെയും ഓർപ്പയെയും ഈ ആൺകുട്ടികൾ വിവാഹം കഴിക്കുന്നു. ചുരുക്കത്തിൽ ആ ഭവനത്തിലെ 3 പുരുഷന്മാരും മരണപ്പെടുകയും 3 വിധവകൾ അവശേഷിക്കുകയും ചെയ്യുന്നു. തന്റെ കുറവും തെറ്റും തിരിച്ചറിഞ്ഞ നവോമി തന്റെ ദേശത്ത് ദൈവം സന്ദർശിച്ചു എന്ന് കേട്ട നവോമി പെൺമരുമക്കളോട് പറയുന്നു, നിങ്ങൾ താന്താന്റെ ഭവനങ്ങളിൽ മടങ്ങുക. ഓർപ്പ അമ്മാവിയമ്മയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. എന്നാൽ രൂത്ത് നവോമിയോട് പറ്റിച്ചേർന്ന് നിന്നു. അങ്ങനെ 2 പേരും മടങ്ങി ബേത്ലഹേമിലെത്തിയപ്പോൾ യവക്കൊയ്ത്തിന്റെ ആരംഭമായിരുന്നു. എലിമേലെക്കിന്റെ ചാർച്ചക്കാരിൽ ഒരുവൻ മഹാധനവാനായ ബോവസിന്റെ വയലിൽ കാലാപറക്കുവാൻ ഭാഗ്യവശാൽ രൂത്ത് ചെന്നുപെട്ടു. ബോവസ് വന്നപ്പോൾ കൊയ്ത്തിന്റെ മേലാളിനോട് ചോദിച്ചു, ഈ പുതിയ യുവതി ആരാണ്? മേലാൾ വിവരങ്ങൾ മുഴുവനും ധരിപ്പിച്ചപ്പോൾ ബോവസ് പറയുകയാണ്, നീ ഇനിയും മറ്റൊരു വയലിൽ പെറുക്കുവാൻ പോകണ്ട. നിനക്ക് വേണ്ട ഭക്ഷണം, വെള്ളം എല്ലാം ഇവിടെയുണ്ട്. നിന്നെ ഇവിടുത്തെ ബാല്യക്കാർ തൊടാതെ വണ്ണം വേണ്ട അകലം പാലിച്ച് നിനക്ക് വേണ്ടത് ഇട്ടു തരുവാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ രൂത്ത് പറഞ്ഞു, ഞാൻ ഏതുമില്ല, ഒന്നുമില്ല, നീ എന്നോട് ദയ തോന്നിയല്ലോ എന്ന് പറഞ്ഞ് സാഷ്ടാംഗം വീണപ്പോൾ ബോവസ് രൂത്തിനോട് പറഞ്ഞ വാക്കുകളാണ് 12-ാം വാക്യമായ ഇന്നത്തെ വാഗ്ദത്ത വചനം. നിന്റെ പ്രവൃത്തിക്ക് ഇസ്രായേലിന്റെ ദൈവം പ്രതിഫലം തരും. നീ നിന്റെ അമ്മാവിയമ്മയിലുള്ള ദൈവത്തെ അറിഞ്ഞാണ് വന്നത്. ആ ദൈവത്തിൽ ആശ്രയിച്ച നിനക്ക് ആ സ്വർഗീയ ചിറകിൻ കീഴിൽ നിന്നും നിശ്ചയമായും പ്രതിഫലം ലഭിക്കും. ഇന്നത്തെ ജീവജല വാഗ്ദത്ത വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നമ്മളൊക്കെ വിവിധ മേഖലകളിൽ വിവിധ പ്രവൃത്തികൾ, ശുശ്രൂഷകൾ, തൊഴിലുകൾ, സർവീസുകൾ ചെയ്യുന്നവരാണ്. നമുക്ക് അവിടെ നിന്ന് നമ്മുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ശുശ്രൂഷയ്ക്കും ആത്മാർത്ഥതയ്ക്കും തക്കവണ്ണം
ഒരു അപ്രീസിയേഷനോ ഒരു വാക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരിഗണനയോ ലഭിച്ചില്ല എങ്കിൽ നാം തളരും, ഭാരപ്പെടും. എന്നാലും എൻ്റെ പ്രവൃത്തിയെ, എൻ്റെ ആത്മാർത്ഥതയെ, എൻ്റെ വിശ്വസ്തതയെ അവർ ഒരു വാക്കുകൊണ്ട് പോലും അഭിനന്ദിച്ചില്ലെങ്കിലും വേണ്ട, പരിഗണിച്ചില്ലല്ലോ, വിഷമം തോന്നിയേക്കാം. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോട് വളരെ ഹൃദ്യമായി പറയുകയാണ്, നാം മനുഷ്യർക്ക് വിളങ്ങുവാൻ വേണ്ടിയും മനുഷ്യരുടെ അപ്രീസിയേഷന് വേണ്ടിയും അവരുടെ പരിഗണനയ്ക്കും അവരുടേതായിട്ടുള്ള യാതൊരുവിധ ആശ്ലേഷത്തിനു വേണ്ടിയും നാം ഒന്നും ചെയ്യണ്ട. നാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ നോക്കി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ, കർത്തവ്യങ്ങൾ കൃത്യനിഷ്ഠയോടും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ ചെയ്താൽ നമ്മെ അറിയുന്ന, നാം അറിയുന്ന ഒരു ദൈവം നിശ്ചയമായും നമുക്ക് പ്രതിഫലം തരും. ലോക മനുഷ്യന്റെ പ്രതിഫലങ്ങൾ മാറിയും കേറിയുമാണ്. നമ്മുടെ മുഖത്ത് നോക്കി വലിയ വാക്കിൽ നമ്മളെ അഭിനന്ദിച്ചാൽ നമ്മൾ അങ്ങോട്ട് മാറുമ്പോൾ അതേ നാവ് കൊണ്ട് തന്നെ ഏറ്റവും ഹീനകരമായി മറ്റുള്ളവരോട് നമ്മെക്കുറിച്ച് പറയുക തന്നെ ചെയ്യും. ഇതൊക്കെ നാം ദിനംതോറും കണ്ടുവരുന്ന സാധാരണ പ്രവൃത്തികളും പ്രവണതകളുമാണ്. എന്നാൽ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്യുക. ഞാൻ എന്നെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ, അത് സഭയിലാകാം, സമൂഹത്തിലാകാം, സ്കൂളിലാകാം, വീട്ടിലാകാം, ജോലി സ്ഥാനങ്ങളിലാകാം, പഠിക്കുന്ന ഇടങ്ങളിലാകാം, എവിടെയുമായിക്കൊള്ളട്ടെ, ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ ഇത് ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് വിശ്വസ്തയോടെ ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്. ആ ഒരൊറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആത്മാർത്ഥതയോടെ നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്യുക. നിശ്ചയമായും തമ്പുരാൻ അതിന് പ്രതിഫലം നൽകിയിരിക്കും. ഒരുപക്ഷെ നമ്മുടെ കൂടെ ജോലി ചെയ്തവരോ നമ്മളോട് ശുശ്രൂഷിക്കുന്നവരോ നമ്മളുടെ അത്രയും അധ്വാനിച്ചിട്ടുണ്ടാവത്തില്ല. എന്നാൽ പല വഴിയിൽ കൂടെ അർഹതയില്ലാത്ത സ്ഥാനം അവരൊക്കെ നമ്മുടെ മുമ്പാകെ നേടിയെടുക്കുമ്പോൾ മാനസികമായി പ്രയാസം തോന്നാം, വിഷമം തോന്നാം. അങ്ങനെയുള്ളവരോടും ഇന്നത്തെ വാഗ്ദത്ത വചനം പറയുകയാണ്, ഇസ്രയേലിന്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആര് ശരണം പ്രാപിച്ചിട്ടുണ്ടോ, പ്രിയ മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു കുറുക്കുവഴിയും തേടാൻ പോകണ്ട. ആരെയും സന്തോഷിപ്പിച്ചും നാട്ടുഭാഷയിൽ പറഞ്ഞാൽ കാല് തിരുമിയും യാതൊരു റെക്കമെൻഡേഷന്റെ പുറത്തും നമുക്കൊന്നും വേണ്ട പ്രിയമുള്ളവരെ. മറിച്ച് തമ്പുരാൻ നമ്മെ മാനിച്ച് നമ്മെ അനുഗ്രഹിക്കും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഏതെങ്കിലും വിധ മാനസിക സംഘർഷത്താൽ വ്യാകുലപ്പെട്ട് ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടോ? ചില വീട്ടമ്മമാർ, ഞാൻ എത്ര ജോലി ചെയ്താലും എന്റെ ഭർത്താവ് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല, എപ്പോഴും ശകാരം, കുറ്റപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെയുള്ള മാനസിക പ്രയാസത്തോടെ എന്നെ കേൾക്കുന്ന അമ്മമാരുണ്ടോ, ഭാര്യമാരുണ്ടോ? നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുകയാണ്, തമ്പുരാൻ നിങ്ങളെ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പ്രതിഫലം തരുവാൻ, നിങ്ങളെ അംഗീകരിക്കുവാൻ മതിയായവനാ. ആ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ ആ ചിറകിന്റെ കീഴിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് ആരംഭിക്കാം. നമ്മുടെ ക്രിസ്തീയ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതും ദൈവത്താൽ മാനിക്കപ്പെട്ടതുമായി ധന്യമായ ജീവിതത്തിന്റെ ഉടമകളാകുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മോവാബ്യ ദേശക്കാരിയെ ബേത്ലഹേമ്യനായ ബോവസ് അനുഗ്രഹിച്ചു പറഞ്ഞുവല്ലോ, ഒരു യോഗ്യതയുമില്ലാതെ 10ാം തലമുറ വരെ ദൈവസന്നിധി വരുവാൻ
ശപിക്കപ്പെട്ടവളെ ഇതാ ബോവസ് അനുഗ്രഹിക്കുന്നു. ആ അനുഗ്രഹത്തിൽ കൂടെ ഇതാ ഈ രൂത്ത് യേശുവിന്റെ വലിയ വലിയ വല്യമ്മച്ചിയായി യേശുവിന്റെ വംശാവലിയിൽ ഇടം പിടിക്കുന്നു. അങ്ങനെ ധന്യമായ നിലയിലേക്ക് എത്തിച്ചേർക്കപ്പെട്ടുവെങ്കിൽ ഞങ്ങളെയും മാനിക്കുന്ന, അനുഗ്രഹിക്കുന്ന, ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ദൈവവചനം കേട്ട എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിനം സന്തോഷത്തിന്റെ, നന്മയുടെ, ദൈവകൃപയുടെ ദിനമായി കൃപയോടെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമെന്ന് യേശു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ബോവസിന്റെ ദൈവം, രൂത്തിന്റെ ദൈവം നമ്മുടെയും ദൈവം. ആ ദൈവം ഇന്ന് പകൽ ജീവജലത്തിന്റെ എല്ലാ ശ്രോതാക്കളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒന്നുമോർത്ത് മനസ്സ് വിഷമിക്കണ്ട, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. നമ്മുടെ പ്രവൃത്തിയെ കൃത്യമായി അളന്നു നോക്കുന്ന, ഒത്ത ഏഫയിൽ അളക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവം നിശ്ചയമായും നമുക്ക് പ്രതിഫലം നൽകും. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.